എനിക്കൊരു അമ്മയെ അറിയാമായിരുന്നു. അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത മിക്കവാറും ഈ മാർക്കറ്റിൽ പോവും, അല്ലെങ്കിൽ ആരെങ്കിലും അയക്കും, വീട്ടിലുള്ള പിള്ളേരെയോ ആരെങ്കിലും മാർക്കറ്റിൽ അയക്കും. മാർക്കറ്റിൽ അമ്മ മുറുക്കാൻ തിന്നുന്ന ആളാണ്. വെറ്റ, പാക്ക്, ചുണ്ണാമ്പ് എല്ലാം തേച്ച് മുറുക്കാൻ തിന്നുന്ന സ്വഭാവമുള്ള ആളാണ്. വീട്ടിൽ ആ അമ്മയുടെ ഭർത്താവും മുറുക്കാൻ കഴിക്കും. വീട്ടിൽ മുറുക്കാൻ വാങ്ങും. അന്ന് ഇന്നത്തെ പോലെ അല്ല, ഈ ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊന്നും അന്ന് അത്ര വ്യാപകമാകാത്തതുകൊണ്ട് മിക്കവാറും ആളുകളെല്ലാം മുറുക്കാൻ കഴിക്കും. അപ്പോൾ ഈ വെറ്റ വാങ്ങാൻ പോകുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ മാർക്കറ്റിൽ ആ അമ്മ വെറ്റയ്ക്ക് പൈസ കൊടുത്തു വിടും. അപ്പോൾ വെറ്റ പഴുത്ത പച്ച വെറ്റയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ പഴുത്ത കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് വരും, ലാഭത്തിന് കിട്ടുമ്പോൾ കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചുകൊണ്ട് വന്ന വെറ്റ ഇരുന്ന് പഴുക്കും. അപ്പോൾ ആ അമ്മ പച്ച വെറ്റില വച്ചിട്ട് അതിരിക്കട്ടെ, നമുക്ക് പഴുത്തത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പഴുത്തത് കഴിക്കും. അടുത്ത ആഴ്ച വീണ്ടും വാങ്ങി മറ്റത് പഴുക്കും. അങ്ങനെ എല്ലാ കാലവും പഴുത്ത വെറ്റില കഴിക്കാനാണ് അമ്മയ്ക്ക് തലവിധി. പച്ച വെറ്റില ഇരുന്ന് പഴുക്കുകയും ചെയ്യും. എന്നാൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ വീട്ടിലധികം വന്ന പഴുത്ത വെറ്റില അത് കേടായി തുടങ്ങി. അതിനടുത്ത് കളഞ്ഞിട്ട് പച്ച വെറ്റില കഴിക്കണം എന്ന് തോന്നാറില്ല. ഇതൊരു റിഫ്രഷ്മെൻറ്റിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്, ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഇതാണ് CPM-ൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം. തിരുത്തുമ്പോൾ പാർട്ടിയിൽ മനുഷ്യൻ കാണത്തില്ല. MM വിജയൻ മാഷ് പറഞ്ഞ പോലെയാണ്, തിരുത്തും. പക്ഷെ എപ്പോഴാണ് തിരുത്തുന്നത്? പിന്നെ മോരിലെ പുളിയും പോയി, സകലതും പോയി, യാതൊരു പ്രയോജനമില്ലാത്ത, കുടിക്കാൻ പറ്റാത്ത, പാല് തൈരായി, മോരായി, പുളിയും പോയി, സകലതും പോയി, കുടിക്കാൻ പറ്റാത്ത കേസായി കളയാൻ പറ്റുന്ന സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. വളരെ മോശമായ ഒരു സമീപനമാണ്. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. ജനങ്ങളാകെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് തെറ്റ് ചെയ്ത ആളിനെ ശിക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കോ? ഇല്ല. അപ്പോൾ പാർട്ടിയുടെ സംരക്ഷണ കവചം കിട്ടുന്നതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവനും ഒരു ആവേശമുണ്ട്, കൂടെ ഉള്ളവർക്ക് തെറ്റ് ചെയ്യാനും ആവേശമുണ്ട്. കാര്യം ചെയ്താലും പാർട്ടി കൂടെ ഉണ്ടാവുമല്ലോ. ഞാൻ ഇത്രയും ആമുഖമൊക്കെ പറഞ്ഞത് ശബരിമല കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായി അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനായി നിൽക്കുന്ന ഒരാളാണ് പത്മകുമാർ. എന്തേ പത്മകുമാറിനെതിരെ ഇപ്പം കടുത്ത നടപടി വരുമെന്ന് പറയുന്നു? നേരത്തെ എന്താ നടപടി എടുത്തില്ല? അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചില്ലല്ലോ. കോടതി അദ്ദേഹത്തെ 10 വർഷം, 8 വർഷം, 7 വർഷം, 5 വർഷം, 1 വർഷം ശിക്ഷിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ കോടതി ശിക്ഷിക്കുന്നവരെ കാത്തിരുന്നൂടെ? CPM പറയുന്ന ന്യായം അനുസരിച്ചാണ് കോടതി ശിക്ഷിക്കുന്നവരെ കാത്തിരിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ പുറത്താക്കുന്നു. ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പുറത്താക്കുന്നത്. ഇനി എൻ വാസുവിന് പാർട്ടി ബന്ധമില്ല, എന്നാലും തള്ളിപ്പറയേണ്ടി വരും. പത്മകുമാറിനെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒഴിവാക്കി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കി. ഇപ്പോൾ അതിൽ നിന്ന് പുറത്ത് കളയേണ്ടി വരും. പക്ഷെ ഇതൊക്കെ സമയത്തും കാലത്തും ചെയ്തിരുന്നെങ്കിൽ, പഴുത്ത വെറ്റില കളയുന്നത് പോലെ പഴുത്ത വെറ്റില കളയേണ്ട സമയത്ത് പഴുത്തതിനെ കളയുകയും പച്ചയെ നിലനിർത്തുകയും ചെയ്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഴുത്തത് വെറ്റിയാകുമ്പോൾ കളയണം, പക്ഷെ ഇത് കളയണ്ട, കറക്റ്റ് ചെയ്തെടുക്കണ്ടേ? ഇത് മനുഷ്യരല്ലേ, തിരിച്ച് നമുക്ക് ഒരു ചെറിയ ട്വിസ്റ്റ് അതിനകത്ത്. മനുഷ്യരാകുമ്പോൾ അവരെ കറക്റ്റ് ചെയ്തെടുക്കണ്ടേ? ഇത് കറക്ഷനുമില്ല, അവരെ അങ്ങനെ തന്നെ നിലനിർത്തി പോകും. അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പാർട്ടി ഒന്നാകെ അതിനെ പ്രതിരോധിക്കും. അപ്പോൾ അത് വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്കാണ് പത്മകുമാറിനെതിരെ നീങ്ങുന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് CPM സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. പാർട്ടി അംഗത്വം പുതുക്കാതിരിക്കുന്ന പത്മകുമാർ കഴിഞ്ഞ ആഴ്ച അത് പുതുക്കിയിരുന്നു. എന്നാൽ പുതുക്കണ്ട, ഇറങ്ങിപ്പൊക്കോണം എന്നുള്ള നിലയിലാണ്. ശബരിമല കേസിൽ തുടക്കത്തിൽ തന്നെ പത്മകുമാറിനെ നടപടിയെടുത്തില്ലെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വല്ലാതെ ബാധിച്ചുവെന്നും CPM അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. എന്തിന്? ഹൂ ബോധേഡ്, ഹൂ കേഴ്സ്? ജനങ്ങൾ വേറെ വോട്ട് ചെയ്തെന്നേ. പത്തനംതിട്ട ജില്ലയിലൊക്കെ ആറന്മുളയിലൊക്കെ അഫിൻ വർക്കി പുട്ടുപോലെ ജയിച്ചു. കാര്യം എന്താ? വീണ ജോർജിൻ്റെ കയ്യിരിപ്പുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ. എന്നാലും ഇതിൻ്റെ ഗുണം വേറെ ആർക്കും കിട്ടിയില്ലല്ലോ. ഇന്ത്യ കോൺഗ്രസിന് കിട്ടിയത് ഇതാണ് കയ്യിരിപ്പ്. അപ്പോൾ പത്മകുമാറിൻ്റെ പേരിൽ കർശന നടപടിയെടുക്കണം, പുറത്താക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമസഭ സംബന്ധിച്ച് ഉള്ള വലിയ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഈ പത്മകുമാറിനെ ന്യായീകരിച്ചുകൊണ്ട് തെറ്റ് ചെയ്തെന്ന് കുറ്റം ആരോപിക്കപ്പെട്ടിട്ടല്ലേ ഉള്ളൂ, കുറ്റാരോപതിനെ എങ്ങനെയാണ് മാറ്റുന്നത്? ശിക്ഷ വിധിച്ചില്ലല്ലോ, ഫൈനൽ വിധി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളിമറിച്ച് ഇപ്പം തോറ്റപ്പം ഒരു തള്ളലുമില്ല, മറിക്കലുമില്ല. ഇപ്പം പുറത്താക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പച്ചവെറ്റില കഴിക്കാമായിരുന്നു. ഇപ്പോൾ പഴുത്തുപോയി. ഇനി ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ തിരുത്തും എന്ന് പറയുന്നതല്ലാതെ സമയത്ത് തിരുത്തുന്ന ഒരു നടപടി ഇതിനകത്തില്ല.
എല്ലാ കാര്യത്തിലും കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ, പിന്നെ മെക്കനൈസ് ചെയ്യുന്ന കാര്യത്തിൽ, യന്ത്രങ്ങൾ വാങ്ങി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, AI-യുടെ കാര്യത്തിൽ, ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ, എന്ത് കാര്യത്തിലും നമ്മൾ കുറച്ച് ലേറ്റാണ്. ലേറ്റായിട്ട് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പമ്പയാറിലെ വെള്ളവും ഒഴുകിപ്പോവും. പിന്നെ ഒരു തുള്ളി വെള്ളവും കാണില്ല. ആളുകളെല്ലാം ഇതിൽ നിന്ന് മാറിപ്പോവും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മുമ്പേ നടക്കാൻ നോക്കുക. പിറകെ നടക്കാൻ അല്ല നടക്കേണ്ടത്, മുമ്പേ നടക്കാൻ നോക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി മുമ്പേ നടക്കേണ്ട പാർട്ടിയാണ്, പിറകെ പോകേണ്ട പാർട്ടിയല്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് പിറകെയും പോകുന്നില്ല, മുമ്പേയും പോകുന്നില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ സ്റ്റാഗ്നേഷനായി, പൊല്യൂട്ടഡായി, കൺഫ്യൂഷനായി നിൽക്കുകയാണ്. ആ അണ തുറന്നു വിടണം. ഒരു പത്മകുമാറല്ല, നിരവധി പേർ ഇതുപോലത്തെ 100 കണക്കിന് കേസുകളിൽപ്പെട്ട് പല സ്ഥലത്തും വലിയ ആക്ഷേപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്താൽ വലിയ മാറ്റമായിരിക്കും ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നത്. അതുണ്ടാകുമെന്ന് കരുതാം. എന്തായാലും പത്മകുമാറിനെതിരെ അതിശക്തമായ കഠിനമായ നടപടി, തൂക്കിക്കൊല്ലാനൊന്നും പാർട്ടിക്ക് പറ്റില്ല, പക്ഷെ പുറത്താക്കാൻ പറ്റും. ഇനി എടുക്കുന്നില്ല എന്നുള്ളതിൽ പുറത്താക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ പത്മകുമാർ ഔട്ട്.